ബാക്ക് അഗെയിൻ ടു ഫ്ലേവേഴ്സ് കുക്കിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് നമ്മൾ ബിരിയാണിക്ക് വേണ്ട ഗരം മസാല ഉണ്ടാക്കുന്നത്. ഞാൻ തലശ്ശേരി ബിരിയാണി റെസിപ്പി കാണിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നു വേറൊരു വീഡിയോയിൽ ഗരം മസാല കാണിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗരം മസാല നമുക്കൊന്ന് ഇതിൻ്റെ കൂട്ടെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ശേഷം പൊടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ ഇരിക്കും. അല്ലാതെ നമുക്ക് നോർമൽ തന്നെ ഇട്ട് പൊടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച് പൊടിച്ച് വെക്കുക. അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ആവശ്യത്തിന് മാത്രം പൊടിച്ചിട്ട് അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന അളവ് കുറച്ച് നമുക്ക് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള അളവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വലിയ ജീരകമാണ്, അഥവാ ഫെനൽ സീഡ്സ്. ഇതിൻ്റെ അളവ് ഒരു 4 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പട്ടയാണ്. പട്ട നമുക്ക് ഈ മീഡിയം അളവിലുള്ള സ്റ്റിക്സ് ഇല്ലേ, ആ മീഡിയം അളവിലുള്ള സ്റ്റിക്സ് ഒരു 5 to 6 പീസസ് യൂസ് ചെയ്യാം. ഏലക്കായാണ് ഇനി വേണ്ടത്. ഏലക്കായ നമുക്ക് ഒരു 25 എണ്ണം എടുക്കാം. ഒരുപാട് ഏലക്കായ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം മുന്നിൽ നിൽക്കും, അതുകൊണ്ട് 25 എണ്ണം മതിയാവും. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നമുക്ക് 2 ടീസ്പൂൺ ഗ്രാമ്പു എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് നമുക്ക് ഒരു 25 എണ്ണം മതിയാവും. ഇനി വേണ്ടത് ഷാജീരകമാണ്. ഇതിനെ കാരവേ സീഡ്സ് എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. നമുക്ക് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ നോർമൽ ചെറിയ ജീരകം ഇട്ടാലും മതിയാവും. ഇനി വേണ്ടത് ജാതിപത്രിയാണ്. അപ്പോൾ നമുക്ക് ജാതിപത്രി വരുമ്പോൾ അതിൻ്റെ മുകളിലുള്ള തോലാണ് നമ്മൾ യൂസ് ചെയ്യുക. മേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അതിൻ്റെ ഒന്നിൻ്റെ ഫുൾ വേണ്ട, അതിൻ്റെ ഒരു ഹാഫ് മതിയാവും ഈ മസാലയ്ക്ക്. കാരണം ഇത് ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്. ഇനി വേണ്ടത് സ്റ്റാർ അനീസ്. ഇതിനെ തക്കോലം എന്ന് പറയും. ഇതിൻ്റെ ഒരെണ്ണം മതിയാവും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ മിക്സറിൽ നന്നായിട്ട് പട്ടുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല റെഡിയായി. ഓക്കെ, നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് റോ ആയിട്ട് വാങ്ങിക്കുന്നതാണല്ലോ, അതൊന്ന് കഴുകി ഉണക്കിയ ശേഷം പൊടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പേടിക്കാനില്ല. ബിക്കോസ് ഇപ്പോൾ പല അസുഖങ്ങളും വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.